ഹായ് ഹലോ എല്ലാവർക്കും മനോസ് വെജ് ക്ലബിൻ്റെ ദുബായ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദുബായ് സീരീസിൻ്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിലേക്ക് വരുന്ന ഓരോ ടൂറിസ്റ്റുകളും വളരെ ക്യൂരിയോസിറ്റിയോടുകൂടിയും അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റോടുകൂടിയും നോക്കിക്കാണുന്ന ഒരു സ്ഥലത്തേക്കാണ്. 2022 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ A to Z കാര്യങ്ങളും ഏകദേശം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ മെട്രോയിലാണ് വരുന്നതെങ്കിൽ എമിറേറ്റ്സ് ടവേഴ്സ് മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അത് നമ്മുടെ ഈ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഷേപ്പ് ശരിക്കും മനസ്സിലാവുന്നത്. ഒരു റിംഗ് ഷേപ്പാണ്, അതായത് ഒരു മോതിരത്തിൻ്റെ ഷേപ്പാണ്. കുറച്ച് ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കിത് വളരെ ചെറുതായിട്ട് തോന്നും. പക്ഷെ അടുത്തേക്ക് എത്തുന്തോറുമാണ് ഇതിൻ്റെ വലിപ്പം കൂടി വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. കെട്ടിടത്തിൻ്റെ ഷേപ്പ് കൊണ്ടും കളർ കൊണ്ടും അതുപോലെ തന്നെ ഡിസൈൻ കൊണ്ടും വളരെ വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, ചുറ്റും നിറയെ ചെടികളെല്ലാം വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. പുറമേ നോക്കുമ്പോൾ നമുക്ക് മ്യൂസിയത്തിൽ ഈ കാണുന്നത് ഡിസൈൻ അല്ല കേട്ടോ, ഇത് അറബിക്കിൽ എഴുതിയിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ദുബായിലെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമിൻ്റെ ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു കവിതയുടെ കുറച്ച് വരികളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ ഈ ഒരു ബിൽഡിംഗ് വെച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ പുറത്തുള്ള ഈ കൈപ്പത്തി വളരെ പ്രശസ്തമാണ്. ഈ കൈപ്പത്തി സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും 3 വിരലുകൾ നിവർത്തിയിട്ടും 2 വിരലുകൾ മടക്കിയിട്ടുമാണ് ഉള്ളത്. ഈ നിവർത്തി വെച്ചിട്ടുള്ള വിരലുകൾ സൂചിപ്പിക്കുന്നത് W എന്നുള്ള ലെറ്ററിനെയും L എന്നുള്ള ലെറ്ററിനെയാണ്. അതായത് V ഫോർ വിക്ടറി ആൻഡ് L ഫോർ ലവ്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നേരത്തെ തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത്. നമ്മൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2-3 വീക്സ് മുന്നേ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ചിലപ്പോൾ ഒരാഴ്ച മുന്നേക്ക് നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ സാധ്യത ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതുവഴിയാണ് നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ ഏകദേശം 2 ആഴ്ച മുന്നേ തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 180 ദിർഹംസ് ആണ് ഇതിൻ്റെ എൻട്രി ഫീസ്, അതായത് 3400 ഇന്ത്യൻ റുപ്പീസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന എല്ലാവരും കുറച്ച് നേരത്തേക്കെങ്കിലും വായും പൊളിച്ച് നോക്കി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിഗംഭീരം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ആർക്കിടെക്ചറാണ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും ഉള്ളത്. ഈ കാണുന്ന ക്യാപ്സ്യൂൾ ലിഫ്റ്റ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ ആയിരുന്നു. കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിരുന്നു. നമ്മൾ എടുത്ത ടിക്കറ്റ് റിസപ്ഷനിൽ കാണിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ടാഗ് അവർ തരും. ഇത് സ്കാൻ ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഓരോ സ്ഥലങ്ങളിലേക്കും പോകാൻ. തിരിച്ചിറങ്ങുമ്പോഴും ഈ ടാഗ് വേണം, അതുകൊണ്ട് ഇത് മിസ്സാവാതെ നോക്കണം. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ടൈം സ്ലോട്ട് തരും, അപ്പോൾ അതിനനുസരിച്ച് വേണം വരാൻ. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈവനിങ് 5:30 ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചുറ്റി നടന്ന് കാണാൻ ഏകദേശം 3 മണിക്കൂർ വേണം. അപ്പോൾ അതിനുള്ള സമയം കണ്ടെത്തിയിട്ട് വേണം വരാൻ. ഈ കാണുന്നത് ഇവിടെ വരുന്ന എല്ലാവരുടെയും പ്രധാനമായിട്ടുള്ളൊരു അട്രാക്ഷനാണ്. നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കുമ്പോൾ ഇതാണ് ആദ്യം കാണുന്നുണ്ടായിരുന്നത്. ഇതിൻ്റെ പേരാണ് ഫ്ലൈയിങ് ഡോൾഫിൻ. പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഡോൾഫിൻ്റെ ഷേപ്പാണ്. ഭാവിയിലെ നമ്മുടെ ആകാശത്തിലുള്ളൊരു വാഹനത്തിൻ്റെ രൂപം എന്നുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഹീലിയം നിറച്ചിട്ടുള്ളൊരു ബലൂണാണിത്. ഇനി നമ്മൾ ഇവിടെയുള്ള കാഴ്ചകൾ കാണാൻ പോവാണ്. അതിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ക്യൂവിൽ നമുക്ക് അത്യാവശ്യം സമയം നിൽക്കണം. എന്നാലും ഈ കാഴ്ചകളും ഫ്ലൈയിങ് ഡോൾഫിനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നിൽക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. വൈഫൈ വേണ്ടവർക്ക് സ്കാൻ ചെയ്യാനുള്ള QR കോഡൊക്കെ ക്യൂവിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് വളരെ ഉപകാരമായിരുന്നു. അടുത്തതായിട്ട് ഇവിടേക്ക് വരുന്ന കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് സൈബർ ഡോഗ്. ഇതൊരു റോബോട്ടാണെങ്കിലും ഡോഗിൻ്റെ കുറേ ആക്ഷൻസ് കാണിക്കും. ഇത് ഭയങ്കര കോമഡി ആയിരുന്നു. ഞാൻ ചിരിച്ച് കണ്ടിട്ട്. ഈ റോബോട്ടിൻ്റെ എല്ലാ സൈഡിലും ക്യാമറാസ് ഉണ്ട്. അപ്പോൾ എല്ലാ സൈഡിലും ഈ റോബോട്ടിന് കാണാൻ പറ്റൂലോ. ഞാൻ ഹായ് കാണിച്ചപ്പോൾ അതിനോട് സംസാരിക്കുന്ന പോലെ കാണിച്ചു.
അങ്ങനെ നമുക്കുള്ള ലിഫ്റ്റ് വന്നു. നമ്മൾ ലിഫ്റ്റിൽ കയറി ആദ്യം പോയത് നേരെ 5th ഫ്ലോറിലേക്കാണ്. മുകളിൽ നിന്ന് താഴേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ 5th ഫ്ലോറിലെത്തി. സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാണ്. അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ലെവൽ 5ലുള്ള ചാപ്റ്റർ 1ലേക്കാണ്. ഈ ചാപ്റ്ററിൻ്റെ പേരാണ് OSS ഹോപ്പ്, അതായത് ഓർബിറ്റൽ സ്പേസ് സ്റ്റേഷൻ ഹോപ്പ്. ഇനി നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളിലേക്ക് കിടക്കാം. ഇത് സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്പേസ് എക്സ്പെഡീഷൻ എന്ന് വേണം പറയാൻ. ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് സ്പേസിലേക്കുള്ള ഒരു ജേണിയാണ്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. സ്പേസിലെ ലൈഫ് എന്തായിരിക്കും, അവിടേക്കുള്ള റൈഡ് എങ്ങനെയായിരിക്കും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണത്. അതിനായിട്ട് നല്ല ഗൈഡ്സ് ഉണ്ട് കേട്ടോ. അവർ നല്ല വൃത്തിയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും. ഇവിടെ ഇവർ പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് ഭാവിയിൽ നമുക്ക് സ്പേസിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പോസിബിലിറ്റീസാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എക്സ്പ്ലനേഷനും അവിടെയുള്ള സൗണ്ട്സും വിഷ്വലും എല്ലാം കൂടി നമ്മൾ യഥാർത്ഥമായിട്ട് സ്പേസിലേക്ക് പോകുന്നൊരു ഫീൽ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സ്പേസ് സ്റ്റേഷൻ്റെ വാതിൽ പതിയെ തുറക്കുകയാണ്. നമ്മളെല്ലാവരും അകത്ത് കയറി. ഇവിടെ നമ്മളൊക്കെ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളൊരു ഫീൽഡ് നമ്മളും പിടിച്ചിട്ട് തന്നെയാണ് നിന്നത്. അങ്ങനെ നമ്മുടെ സ്പേസ് ക്രാഫ്റ്റിൻ്റെ വാതിലടഞ്ഞ് നമ്മൾ ഇവിടുന്ന് സ്പേസ് സ്റ്റേഷനിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അസാമാന്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ശരിക്കും പൊങ്ങിപ്പോകുന്ന പോലെ. ആ പൊങ്ങിപ്പോകുമ്പോൾ നമുക്ക് ആ ദുബായിയുടെ വ്യൂ എങ്ങനെയാണ് വരുന്നതെന്ന് അത്രയും ക്ലിയർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും സ്പേസിലേക്കുള്ളൊരു സ്വപ്ന തുല്യമായ യാത്ര എന്ന് പറയാം. അങ്ങനെ കുറച്ച് നേരത്തെ സാഹസികമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ സ്പേസ് സ്റ്റേഷനിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. സ്പേസ് സ്റ്റേഷനിൽ ഇതുവരെ പോയിട്ടില്ലെങ്കിലും നമ്മൾ മൂവീസിൽ കാണുന്നത് വെച്ചിട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ നമുക്ക് ഫീൽ ചെയ്തു. കുറച്ച് അപ്പുറത്തായിട്ട് ചന്ദ്രനെയും കാണാം. അങ്ങനെ നമ്മൾ സ്പേസ് സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെയുള്ള ഗൈഡ് നമുക്കിതിനെക്കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു തരികയാണ്. ഇവരുടെ മിഷൻസും ഇവരെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെയുള്ള A to Z കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ കുറച്ച് ഡൗട്ട്ഫുള്ളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് വായിച്ചിട്ടും ഇവരുടെ എക്സ്പ്ലനേഷനും എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഒരുവിധം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ സോളാർ സിസ്റ്റത്തിൻ്റെ മോഡൽസും അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. ഈ സ്പേസ് സ്റ്റേഷനിൽ നോക്കിയാൽ നമ്മുടെ ഭൂമിയുടെ വ്യൂ ഇങ്ങനെയായിരിക്കുമെന്ന് കാണിക്കുന്നതാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ റിസ്റ്റ് വാച്ച് ഇങ്ങനെ കാണിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ തന്നെ പൈനിയറൊക്കെ കാണാം കേട്ടോ.
അതും ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് നമ്മുടെ അമ്മിക്കുട്ടൻ്റെ പയനിയർ. എന്തായാലും അത്യാവശ്യം സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ പതുക്കെ സ്പേസ് സ്റ്റേഷനോട് ബൈ ബൈ പറയണം. നമ്മൾ നമ്മുടെ ഭൂമിയിലേക്ക് വരികയാണ്. തിരിച്ചുള്ള യാത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ശരിക്കും അതിൽ ജീവിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ ഇവിടെ എത്തുന്നതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ലെവൽ 5 ഫസ്റ്റ് ചാപ്റ്റർ. ഇനി സെക്കൻഡ് ചാപ്റ്റർ ലെവൽ 4 വേണമെങ്കിൽ ലിഫ്റ്റിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേയേഴ്സ് ഇറങ്ങിയിട്ടും പോവാം. ഓരോ ഫ്ലോറിലേക്കും താഴേക്ക് വരുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെവൽ 4 ചാപ്റ്റർ 2 ആണ് ദ ഹീൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ദുബായ് ആണ്. അതായത് ഏകദേശം 2071 ശേഷമുള്ള ദുബായിയുടെ കാഴ്ചകൾ ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തതായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്കാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർച്വൽ റിയാലിറ്റി ടെക്നോളജിയും അതുപോലെ തന്നെ സൗണ്ട്സും യൂസ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. Welcome to the rainforests. If you can wait on this side. So the image that you're looking at, most of our known tree species. So here also in the institute we are working on creating artificial species that can. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് പല രീതിയിലും ആമസോൺ കാടുകൾ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീക്രിയേഷനാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് ദ ലൈബ്രറി ഓഫ് ലൈഫിലേക്കാണ്. മറ്റൊരു അവിസ്മരണീയമായ ഒരു ലോകം എന്ന് തന്നെ പറയണം കേട്ടോ. നമുക്ക് കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണ് ഈ കാണുന്നതെന്ന്. ഭാവിയിൽ എക്കോളജിയും ബയോഡൈവേഴ്സിറ്റിയൊക്കെ നിലനിർത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ഇവിടെ ഈ ജാറുകളിലൊക്കെ കാണുന്നതെല്ലാം ഏകദേശം 2000-ലധികം വരുന്ന സ്പീഷീസിൻ്റെ DNA സ്പെസിമെൻസ് ആണ്. പ്ലാന്റ്സും ആനിമൽസും ഇൻസെക്ട്സും എല്ലാം ഉണ്ട്. ഒരു ബാക്കപ്പ് എടുത്തു വെച്ചൊരവസ്ഥ. എല്ലാം ഓരോ ഗ്ലാസ് ജാറിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. മൈന്യൂട്ടായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും മനസ്സിലാവുകയും ചെയ്യും. അതുമാത്രമല്ല പല നിറത്തിലുള്ള ഈ ലൈറ്റ്സ് നമ്മളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് കാണുന്നത്. അതിനുശേഷം നമ്മൾ അവരുടെ ലൈബ്രറിയിൽ നിന്ന് ലബോറട്ടറിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇവർ കാണിക്കുന്നത് എക്കോസിസ്റ്റത്തിനെ എങ്ങനെയാണ് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതിനുവേണ്ടി കുറച്ച് രസകരമായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ റിസ്റ്റ് ബാൻഡ് ഇവിടെ ഇതുപോലെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രീ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന വഴി ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ അതുപോലെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റമൊക്കെ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്ലാനാണ് ഇവിടെ നടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഒബ്സർവേറ്ററിയിലേക്കാണ്. ഇവിടെ ഭാവിയിൽ ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്ന സ്പീഷീസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകണം, ലെവൽ 3. ഇവിടെയുള്ളത് ചാപ്റ്റർ 3 ആണ്, അൽവാഹ. അൽവാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒയാസിസ് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ നമുക്ക് ചലനത്തിൻ്റെയും അതുപോലെ തന്നെ ധ്യാനത്തിൻ്റെയൊക്കെ പുനഃസ്ഥാപന ഫലങ്ങൾ അനുഭവിക്കാനുള്ള സ്ഥലമാണ്. എന്താണെന്ന് വഴിയെ മനസ്സിലാക്കാം. അൽവാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവൈവ് യുവർ സെൻസ് എന്നൊരു മീനിങ് ഉണ്ട്.
ടെക്നോളജി ഉപേക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ സജ്ജമാക്കുക എന്നതാണ് ഇവരുടെ പ്രധാന തീം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്ന രീതിയിലുള്ള തെറാപ്പികളാണ് ഇവിടെ. ഇവിടുത്തെ കളർ തീമും മ്യൂസിക്കും അതുപോലെ തന്നെ ആംബിയൻസും എല്ലാം ഒരു പ്രത്യേക രീതിയിലായിരുന്നു. നമ്മളൊരു പതിയെ മെഡിറ്റേറ്റീവ് മോഡിലേക്കൊക്കെ പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. കുറച്ചു നേരം നടന്നതിന് ശേഷം നമ്മൾ എത്തിപ്പെട്ടത് ഇതുപോലെ വിശാലമായിട്ടുള്ളൊരു ഹാളിലേക്കാണ്. ഇവിടെയുള്ളത് സ്പെഷ്യൽ കാർപ്പറ്റ് വിരിച്ചൊരു ഡിജിറ്റൽ ഫ്ലോറാണ്. നമുക്കൊരു ഇല്യൂഷൻ പോലെ ഫീൽ ചെയ്തത് നമ്മളൊരു ബീച്ചിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്, നമ്മുടെ കാല് വെക്കുമ്പോൾ അവിടെയുള്ള വെള്ളം അനങ്ങുന്നു എന്നുള്ളൊരു ഫീലിലാണ് ഇത് തോന്നുന്നത്. കുട്ടികളെല്ലാവരും ഓടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് തരുന്നത് വിഷ്വലി ഉള്ളൊരു ഇല്യൂഷനാണ്. കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മളെല്ലാവരും നമ്മുടെ ഡിജിറ്റൽ മീഡിയാസിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് ഹീൽ ചെയ്യുക. ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ പോകുന്നത് മറ്റൊരു ഹാളിലേക്കാണ്. ഇത് വൈബ്രേഷൻ വെച്ചിട്ടുള്ളൊരു തെറാപ്പിയാണ്. ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു ടെക്നോളജി ഇല്ലാതെ പരസ്പരം ഒരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതികളാണ്. ഇതെല്ലാം ഒരു രീതിയിൽ നമ്മുടെ മൈൻഡിനുള്ളൊരു തെറാപ്പിയാണ്. For those of you who are able to smell it, that is the scent of the tribulus flower, and this flower is known for its healing and medicinal properties. അതിനുശേഷം നമ്മൾ മറ്റൊരു റൂമിലേക്ക് പോയി. ഇത് നല്ല മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയൊരു ആംബിയൻസ് ഉള്ള റൂമായിരുന്നു. ഇവിടെ നമുക്ക് ഇരുന്നിട്ടോ കിടന്നിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാം. അടുത്ത ഏരിയ എന്ന് പറയുന്നത് നമുക്കിവിടെ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു കാര്യം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്കിവിടുന്ന് പോവാം, അങ്ങനെയുള്ളൊരു ഏരിയയാണ്. ഇതുപോലെ ഒരുപാട് വിഷസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതും പല പല ഭാഷകളിൽ. ഭൂതകാലത്തെക്കാളും ഭാവിയെ മുന്നോട്ട് കാണുക എന്ന ആശയമാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ ലെവൽ 2 എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ളത് ചാപ്റ്റർ 4 ആണ്, ടുമാറോ ടുഡേ. ആധുനിക ടെക്നോളജി എന്ന ആശയമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതായത് ഫ്യൂച്ചറിസ്റ്റിക്കും അതുപോലെ തന്നെ ഹൈടെക്കും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഇതിൽ 6ഉം 7ഉം നമുക്ക് അലൗഡ് അല്ല. നമ്മൾ നേരെ 5ൽ പോയി 4ലേക്ക് വന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 3ലാണ്. ഇനി നമ്മൾ പോകുന്നത് ടുമാറോ ടുഡേ, അതായത് 2ലേക്കാണ്. ലിഫ്റ്റിൻ്റെ ഉള്ളിലും ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഫ്യൂച്ചറിലെ ഓഡി കാർ. അതുപോലെ തന്നെ സൈക്കിൾ. പിന്നെ ഈ കാണുന്നതാണ് ഫോക്സ് വാഗൻ ഗ്രൂപ്പിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ വണ്ടി. അതുപോലെ തന്നെ ഇത് സൈബർ ഡോഗാണ്. ഇത് നമ്മൾ താഴെ കണ്ടിരുന്നു. പിന്നെ ഈ കാണുന്നതിനെയാണ് ഗ്രാവിറ്റി ജെറ്റ് സ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കുക, എന്ത് രസമായിരിക്കും അല്ലേ ഭാവിയിൽ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ഒക്കെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പറന്നു പോവാം. പിന്നെ അതിൻ്റെ ബാക്കിൽ ഉള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫ് ഡ്രൈവിംഗ്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് ആയിട്ടുള്ള ഫോക്സ് വാഗൻ്റെ വണ്ടി. അതുപോലെ ഈ കാണുന്നതൊക്കെ പലതരത്തിലുള്ള ഡ്രോൺസാണ്. അതൊക്കെ ഇപ്പോഴും പല രീതിയിലും വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്.
അതുമാത്രമല്ല എനർജിയെ സേവ് ചെയ്യാനും വേസ്റ്റിനെ എനർജിയാക്കി മാറ്റാനും ഒക്കെയുള്ള ടെക്നോളജികളും ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ ഇതൊക്കെ വന്നിട്ടുള്ള ദുബായിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ പറഞ്ഞു തരുന്ന പോലെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ലെവൽ 1 പോവാണ്. ഇവിടെയുള്ള നമ്മുടെ 5th ചാപ്റ്ററാണ്. ഇതാണ് ലാസ്റ്റ് ചാപ്റ്റർ. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചാപ്റ്ററാണ്, അതായത് നമ്മുടെ അബിക്കുട്ടനുള്ള ചാപ്റ്ററാണ്. ലെവൽ 1 5th ചാപ്റ്ററാണ് ഫ്യൂച്ചർ ഹീറോസ്. അത് അബിക്കുട്ടനുള്ള ചാപ്റ്ററാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അബിക്കുട്ടനാണ് മുന്നിൽ ഓടിയത്. ഇത് വേണമെങ്കിൽ നമ്മൾ പാരൻസിനുള്ളൊരു പണിയാണെന്ന് പറയാം. അത്യാവശ്യം ഷോപ്പിങ്ങിനുള്ള ഐറ്റംസും ഒക്കെ അവിടെ ഉണ്ട്. ഇവിടെ അവർക്കുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട്. നമ്മുടെ റിസ്റ്റ് ബാൻഡ് സ്കാൻ ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമുക്ക് പാരൻസിന് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അബിക്കുട്ടൻ മാത്രമേ ഉള്ളിലേക്ക് പോയുള്ളൂ. കുറച്ച് നല്ലോണം നേരം കളിച്ചതിന് ശേഷം തന്നെയാണ് പുറത്തേക്ക് വന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികളുടെ ഇമാജിനേഷനൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിംസും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും ഒക്കെയാണ് ഉള്ളത്. നമ്മുടെ ഭാവിയിലെ ഹീറോസ് ആരാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ കുട്ടികളാണ് ഭാവിയിലെ ഹീറോസ്. ഈ കയറി പോകുന്നത് അബിക്കുട്ടനാണ് കേട്ടോ. അവന് നമ്മളെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മളെന്തായാലും ഇവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അബിക്കുട്ടനും അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം 3 മണിക്കൂർ എടുത്തു നമുക്കെല്ലാം കവർ ചെയ്യാൻ. എന്തായാലും നമ്മൾ സാധാരണ കാണുന്ന മ്യൂസിയത്തിൽ നിന്ന് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു കിളിവാതിൽ എന്നൊക്കെ വിശേഷിപ്പിക്കാം. എന്തായാലും ഇത് ശരിക്കും ഒരു അനുഭവം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതിലും കൂടുതൽ എന്ത് പറഞ്ഞിട്ട് ഇതിനെ വിശേഷിപ്പിക്കണമെന്നും അറിയില്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.